തിരുവല്ല സ്പാ കൂട്ടബലാത്സംഗ കേസിലെ പ്രതികൾ സംസ്ഥാനം വിട്ടതായി സൂചന. ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കി. അതിജീവിതയുടെ മൊഴി പ്രകാരം സംഭവ സമയത്ത് സ്പായിലുണ്ടായിരുന്ന ജീവനക്കാരിയെ കേന്ദ്രീകരിച്ചും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പോലീസിനെതിരായ മാസപ്പടി ആരോപണം വിജിലൻസ് അന്വേഷിച്ചേക്കും. കൊട്ടേഷനെടുത്ത് കൃത്യം നടത്തിയാൽ കുറച്ചു ദിവസത്തേക്ക് നാടുവിടുന്നതാണ് മരണസുബിന്റെയും കൂട്ടാളികളുടെയും പതിവ് രീതിയെന്നാണ് പോലീസ് പറയുന്നത്. സുബിനും ബെർലിൻ ദാസും പിടിയിലായെങ്കിലും കൂട്ടാളികൾ ഈ മാർഗം സ്വീകരിച്ച് സംസ്ഥാനം വിട്ടിരിക്കാമെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. ഫോൺ സ്വിച്ച് ഓഫ് ആകുന്നതിന് തൊട്ടു മുൻപ് എറണാകുളത്തായിരുന്നു പ്രതികളുടെ ടവർ ലൊക്കേഷൻ. ഇവരെ വലയിലാക്കാൻ അന്വേഷണം ഊർജിതമാക്കിയെന്ന് പോലീസ് വ്യക്തമാക്കി. ബലാത്സംഗത്തിനിരയായ ജീവനക്കാരിയുടെ സഹപ്രവർത്തകയായ സ്പാ ജീവനക്കാരിയെ കേന്ദ്രീകരിച്ചും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ആക്രമണം നടത്തിയ ഗുണ്ടാ നേതാക്കളുമായി ജീവനക്കാരി സൗഹാർദ്ദപരമായി സംസാരിച്ചുവെന്നാണ് അതിജീവിതയുടെ മൊഴി. ഇവരുടെ ആൺസുഹൃത്തുമായി ബന്ധപ്പെട്ടും അന്വേഷണം നടക്കുന്നുണ്ട്. കേസിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ ആരോപണങ്ങളിൽ വിജിലൻസ് അന്വേഷണം ഉണ്ടാകുമെന്നാണ് സൂചന. സ്പായിൽ നിത്യസന്ദർശകരായ ചില ഉദ്യോഗസ്ഥർ മാസപ്പടി വാങ്ങിയിരുന്നതായി ഇതിനകം വിജിലൻസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഗുണ്ടാബന്ധമുള്ള ഉദ്യോഗസ്ഥരെ പറ്റിയും ആഭ്യന്തര അന്വേഷണം പുരോഗമിക്കുകയാണ്. വീഴ്ച കണ്ടെത്തിയാൽ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് ജില്ലാ പോലീസ് മേധാവി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് മലയാളം, പത്തനംതിട്ട.